ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ ഇവിടെ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നൊരു മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മനുഷ്യൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ഇവിടെ വചനം പറയുന്നു, അവൻ വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം അവന് യേശുവിനെ കാണുവാനായിട്ട് സാധിച്ചില്ല എന്ന്. നമ്മുടെ ജീവിതം ഒന്ന് നോക്കിയാൽ, നമ്മുടെ ആത്മീക ജീവിതം ഒന്ന് പരിശോധിച്ചാൽ, നമുക്ക് യേശുവിനെ കാണണമെന്ന് പലപ്പോഴും ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് യേശുവിനെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇവിടെ സക്കായിക്ക് പുരുഷാര നിമിത്തം കാണുവാൻ കഴിഞ്ഞില്ല എന്ന് വചനം പറയുന്നു. അവൻ വളർച്ചയിൽ കുറിയവനാകൊണ്ട് ആത്മീകമായിട്ട് അവൻ താഴ്ന്ന നിലവാരത്തിലായിരുന്നത് കൊണ്ട് പുരുഷാര നിമിത്തം അവന് യേശുവിനെ കാണുവാനായിട്ട് സാധിച്ചില്ല. നാമും ആത്മീകമായിട്ട് താഴ്ന്ന നിലവാരത്തിലായിരിക്കുമ്പോൾ പുരുഷാര നിമിത്തം, അതായത് ലോകത്തിന്റെ മോഹങ്ങൾ നിമിത്തം, ജഡമോഹങ്ങൾ നിമിത്തം, ലോകത്തിന്റെ തിരക്കുകൾ നിമിത്തം, ലോകത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മളിൽ ഉയർന്നു നിൽക്കുന്നത് കാരണം ആത്മീക ജീവിതം താഴ്ന്നു നിൽക്കുമ്പോൾ ലോകത്തിന്റെ മോഹങ്ങൾ നമ്മളിൽ ഉയർന്നു നിൽക്കും. അപ്പോൾ നമുക്ക് യേശുവിനെ കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ സക്കായി ഒരു തീരുമാനമെടുക്കുന്നു. അവൻ മനസ്സിലാക്കുന്നു താൻ കുറിയവനാണ്. പുരുഷാര നിമിത്തം ഈ ഒരു അവസ്ഥയിൽ നിന്നാൽ തനിക്ക് യേശുവിനെ കാണുവാനായിട്ട് സാധിക്കത്തില്ലെന്ന് സക്കായി തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവ് കിട്ടിയ സക്കായി അടുത്ത് ചെയ്യുന്നത്, അവൻ മുൻപോട്ട് ഓടുകയാണ്. മുൻപോട്ട് ഓടിയിട്ട് അവനൊരു കാട്ടത്തിമേല് കയറുന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മീക ജീവിതവും താഴ്ന്ന അവസ്ഥയിൽ, കുറിയ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ പുരുഷാര നിമിത്തം, ലോകത്തിന്റെ മോഹങ്ങൾ നിമിത്തം യേശു കർത്താവിനെ കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ നിമിഷം ഒരു തീരുമാനം എടുക്കുക. ഈ ലോകത്തിന്റെ മോഹങ്ങളെ ഒന്ന് മാറ്റിവെച്ചിട്ട് മുൻപോട്ട് ഓടുക. പ്രാർത്ഥനകൾ ആരംഭിക്കുക. ഒരു കാട്ടത്തിമേലേക്ക് കയറുന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾ വചനങ്ങൾ വായിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് തുടങ്ങുക. പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ, വചനം ധ്യാനിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഫലമില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്. അതായത് കാട്ടത്തിയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ ഒരു പക്ഷേ കടന്നു പോകാം, ഒരു പ്രയോജനവും ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഒരു സർട്ടൻ പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ വചന വായന, വചന ധ്യാനം ഒരു പ്രത്യേക നിലവാരത്തിലെത്തുമ്പോൾ, നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുവിന്റെ ശബ്ദം കേൾക്കാം. യേശു കർത്താവ് നിങ്ങളെ നോക്കി വിളിക്കും, സഖായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. നിങ്ങളെ നോക്കിയും യേശു കർത്താവ് വിളിക്കും, ഞാൻ ഇന്ന് നിന്റെ ഉള്ളത്തിൽ വസിക്കുവാനായിട്ട് പോകുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്നു നിന്ന് യേശു കർത്താവ് മുട്ടി വിളിക്കും, ഇന്നു മുതൽ ഞാൻ നിന്റെ ഉള്ളത്തിൽ വസിക്കുവാനായിട്ട് പോകുന്നു, വേഗം നീ ഇറങ്ങി വാ എന്ന് വിളിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. വചനം പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുന്നത്, യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള സക്കായിയും യേശുവിനെ കണ്ടുമുട്ടുന്നതിന് ശേഷം ഉള്ള സക്കായുടെ ജീവിതവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള സക്കായി, ധനവാനാകുവാൻ ആഗ്രഹിച്ച സക്കായി, എല്ലാം കൂട്ടിവയ്ക്കുവാൻ പണത്തോട് ആർത്തി ഉണ്ടായിരുന്ന സക്കായി, ചുങ്കം പിരിക്കുന്ന സക്കായി. എന്നാൽ യേശു കർത്താവ് അവന്റെ ഉള്ളത്തിൽ വന്ന് വസിക്കുവാൻ തുടങ്ങിയപ്പോൾ അവന്റെ ജീവിതം ആകെ മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവനൊരു തീരുമാനം എടുക്കുകയാണ്. മാറിയ സക്കായി ഒരു തീരുമാനം എടുക്കുന്നു. തന്റെ സമ്പത്തിൽ പകുതി വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുവാനായിട്ട് അവൻ തീരുമാനിക്കുന്നു. നമ്മുടെ ജീവിതത്തെയും ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ, ആത്മീക നിലവാരത്തെ ഒന്ന് നമുക്ക് ശോധന ചെയ്ത് നോക്കാം. ആത്മീകമായിട്ട് താഴ്ന്ന അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും യേശുവിനെ യഥാർത്ഥമായിട്ട് കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലെ ലോകത്തിന്റെ മോഹങ്ങളെ ഒന്ന് മാറ്റിവെച്ചിട്ട് പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലേക്കും കടന്നാൽ നമ്മുടെ ജീവിതത്തിലും യേശു കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകും. ലോകത്തെക്കുറിച്ച്, ലോക മോഹങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ലോക ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച് ഒക്കെ ഓർത്ത് ഭാരപ്പെട്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും നമ്മൾ മാറ്റപ്പെടും. നമ്മളുടെ ടെൻഷൻ മാറിപ്പോകും, ആങ്സൈറ്റി മാറിപ്പോകും. ലോകത്തെക്കുറിച്ചുള്ള ഭാരം, അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തെക്കുറിച്ചുള്ള ഭാരം മാറിപ്പോയിട്ട് നമ്മൾ ഒരു പുതിയ വ്യക്തിയായി മാറും. ഇന്നു മുതൽ നമുക്കും ഒരു പുതിയ തീരുമാനം എടുക്കാം. നമുക്കും മുൻപോട്ട് ഓടാം. പ്രാർത്ഥനകൾ ആരംഭിക്കാം, വചനധ്യാനം ആരംഭിക്കാം, കർത്താവിന്റെ ശബ്ദത്തിനായിട്ട് കാതോർക്കാം. അതിനായിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.